ഹലോ, നമ്മുടെ ഹോസ്പിറ്റലിൽ 9ാമത്തെ ദിവസമാണ് കേട്ടോ. നമ്മുടെ കുട്ടീൻ്റെ കാലിലേക്ക് വീണ്ടും മാറ്റിയിട്ടുണ്ടായിരുന്നത് ഇന്നലെ രാത്രിയിൽ വീണ്ടും ഒരു കയ്യിലേക്ക് മാറ്റി എത്തുന്നത്. കാരണം അവൾ ഇഞ്ചക്ഷൻ എടുക്കാൻ ആകെ സമ്മതിക്കത്തില്ല. ഭയങ്കര ബഹളം വെക്കുന്നതുകൊണ്ടാണ് അവരിങ്ങനെ പേടിച്ചിട്ടിരിങ്ങനെ മാറ്റി മാറ്റി കുത്തുന്നത്. അവർക്ക് പേടിയാണ്, കൊച്ചുകുട്ടിയല്ലേ, സ്വെല്ലിങ് ആവുമെന്നൊക്കെ പേടിച്ചിട്ടാണ്. രാവിലെ എഴുന്നേറ്റ് അത് ഞങ്ങളെ കഥ പറച്ചിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുളിച്ചു. ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പൂറ്റിൻ്റെ തൊഴാൻ പോയിട്ടോ. ഇന്ന് വിടണേന്ന് പ്രാർത്ഥിക്കാനാണ് കേട്ടോ ഞങ്ങൾ പോയത്. താഴെ ഒരു ഗണപതിയുടെ വിഗ്രഹം വെച്ചിട്ടുണ്ട്, അവിടെ വിളക്ക് കത്തിക്കുന്നതാണ്. അവിടെ നിന്ന് ഞങ്ങൾ പോയി അമ്പൂറ്റിയെ തൊഴുതു, കുറിയൊക്കെ തൊട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുട്ടി കരയാണ് കേട്ടോ. വന്നിട്ട് കുട്ടീനെ എടുത്തുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡിസ്ചാർജ് ആണ് കേട്ടോ. അങ്ങനെ ഡോക്ടർ നമ്മൾ ഡിസ്ചാർജ് ആക്കി. നമ്മുടെ ബ്ലഡിൻ്റെ റിസൾട്ടൊന്നും വന്നിട്ടില്ല, പക്ഷേ കൊച്ചുകുട്ടിയിൽ ഇത്രയും ദിവസം ഇനി അധിക ദിവസം കടത്തണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഡോക്ടർ നമ്മൾ ഡിസ്ചാർജ് ആക്കുന്നത്. 2 ദിവസം കഴിയുമ്പോൾ റിസൾട്ട് വന്ന് വാങ്ങിയിട്ട് ഞാൻ മാത്രം വന്ന് റിസൾട്ട് കാണിച്ചാലും മതി. പിന്നെ ഇവളുടെ ഹെയർ ഇങ്ങനെ വെട്ടിയേക്കുന്നത് കാരണം എല്ലാവരും ചോദിക്കുന്നത് ഗേളാണോ ബോയ് ആണോ കേട്ടോ. എന്നോട് ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് പേരുടെ ചോദ്യം അത് തന്നെയായിരുന്നു, കുട്ടി ഗേളാണോ ബോയ് ആണോ എന്നുള്ളത്. എല്ലാവർക്കും ഡൗട്ടാണ്. പെട്ടെന്ന് കാത് കുത്തിയിട്ടുള്ളതൊന്നും പെട്ടെന്ന് ആരും അങ്ങനെ അധികം ശ്രദ്ധിക്കില്ല കേട്ടോ. പിന്നെ ഡോക്ടേഴ്സൊക്കെ വന്നിട്ടാണെങ്കിലും മോനെ എന്നൊക്കെ വിളിച്ചിട്ടാണ് സംസാരിക്കുക. അവർ ഫയൽ നോക്കിക്കഴിയുമ്പോഴാണ് കേട്ടോ ഗേളാണെന്ന് മനസ്സിലാകുന്നത്. ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം കേട്ടോ. ബൈ.